നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലച്ചുവിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയ താലി ഉള്ളിടത്തോളം കാലം എനിക്കെങ്ങനെ സ്വാതിയുടെ കഴുത്തിൽ താലി കെട്ടാനാവൂ? ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ നിന്റെ കഴുത്തിൽ കെട്ടിയ താലി അഴിച്ചെടുക്കാൻ ലച്ചു എന്നെ അനുവദിക്കണം. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഇല്ല, നിങ്ങൾ ഞാനതിന് സമ്മതിക്കില്ല. ലച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കണം. നിന്നെ രക്ഷിക്കാൻ എനിക്കെന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടി വന്നു. പക്ഷെ ലച്ചു, നീ എന്നെ ഭർത്താവായിട്ടോ ഞാൻ നിന്നെ ഭാര്യയായിട്ടോ ഒരു നിമിഷം പോലും കണ്ടിട്ടില്ല. ഈ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്ന കാലത്തോളം നിന്റെ ജീവിതവും എങ്ങും എത്താതെ പോവും. സ്വാതി പോലും ഇങ്ങനെ ഒരു സത്യം അറിയാതെ പോവും. നിനക്ക് ചേരുന്ന നല്ലൊരു ചെറുപ്പക്കാരനെ ദൈവം നിന്റെ മുന്നിൽ കൊണ്ടുവരും. അതിന് ഈ താലി ഒരു തടസ്സമാ. നീ സന്തോഷത്തോടെ ജീവിച്ച് കാണാനുള്ള ആഗ്രഹം കൊണ്ടാ ഞാനിത് പറയുന്ന. ഞാൻ കെട്ടിയ താലി അഴിച്ചെടുക്കാൻ നീ എന്നെ അനുവദിക്കണം. നിങ്ങൾ അതിന് ശ്രമിച്ചാ അത് നിങ്ങളുടെ ജീവിതത്തിന് ആപത്തായി തീരും. ഞാൻ ഈ താലി അണിഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഭർത്താവായി കണ്ടിട്ടല്ല. നിങ്ങൾക്കൊരു ജീവഹാനി സംഭവിക്കരുതെന്ന് കരുതിയിട്ടാ. ഈ താലി ഭർത്തൃപൂജയല്ല, നിങ്ങൾ ജീവിച്ചിരിക്കാനുള്ള ഉപാസനയാ. ഇതൊന്നും അറിയാതെ എന്റെ താലി അഴിക്കാൻ വന്നാലും എന്നോടത് സ്വയം പൊട്ടിക്കാൻ പറഞ്ഞാലും സഹതാപം മാത്രമേ നിങ്ങളോട് തോന്നൂ. കഥയറിയാതെ ആട്ടം കണ്ടവരുടെ കൂട്ടത്തില് നിങ്ങളും പെട്ടുപോയതില് ഒരുപാട് സങ്കടമുണ്ട്. എന്റെ താലി നിങ്ങൾക്ക് ഒരിക്കലും ബാധ്യതയാവല്ല. കെട്ടിയ ആളോ ഞാനോ താലി അഴിക്കാൻ പാടില്ല. ശാസ്ത്രികൾ അത് വെറുതെ പറഞ്ഞതല്ല. പൂജയ്ക്കിടയിൽ 4 തവണ ഭർത്താവിനെ കൊണ്ടും കുങ്കുമം വയ്പ്പിക്കണം. 4 തവണ ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി ഭക്ഷിക്കണം. 4 തവണ പാദം തൊട്ട് വണങ്ങണം. പിന്നെ ഈ താലി ഒരിക്കലും അഴിച്ചു വെക്കാൻ പാടില്ല. യഥാവിധി ഈ പറഞ്ഞതൊക്കെ അനുഷ്ഠിച്ചാൽ ഭർത്താവിനെ ഗ്രസിച്ചു നിൽക്കുന്ന പ്രാണഗന്ധം അഥവാ മരണഭീതി ഒഴിഞ്ഞു പോകും. ഞാൻ ഈ താലി അഴിക്കില്ല. നിങ്ങൾ അതിനു വേണ്ടി ഇവിടെ നിൽക്കാൻ വേണ്ട. അപ്പോ സഞ്ജു ആയിരുന്നില്ലേ ലച്ചുന്റെ ഭർത്താവ്? ലച്ചുനും സഞ്ജുനും അറിയുന്ന ഈ രഹസ്യം മറ്റാർക്കും അറിയില്ല. അതിപ്പോൾ അറിയുന്നത് ഞാൻ മാത്രം. ഇത്രയും ബന്ധുക്കളുടെ അനുഗ്രഹത്തോടെ എനിക്കിവിടെ നിന്നും കതിർമണ്ഡപത്തിലേക്ക് പോയാൽ മതി. അമ്മയുടെ വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായിരുന്നു വിവാഹത്തിനെ ചന്ദ്രകാന്തത്തിൽ നിന്ന് പുറപ്പെടണമെന്ന്. പക്ഷേ എന്റെ മോൾക്ക് വേണ്ടി അമ്മ ആ ആഗ്രഹം മാറ്റിവെക്കുക. മോള് പറയുന്നതിൽ ശരിയുണ്ടെന്ന് അമ്മയ്ക്ക് ബോധ്യായി.
കേവലം ചടങ്ങിന് മാത്രം പ്രത്യക്ഷപ്പെട്ട് ആശീർവദിക്കുന്നവര് മാത്രം ആവരുത് ബന്ധുക്കള്. ചൂടത്ത് തണലായും ആപത്തിൽ താങ്ങായും നിലകൊള്ളുന്നവരായിരിക്കണം. അങ്ങനെ നോക്കിയാ ഇവിടുന്ന് ലഭിച്ചതിലും വലിയ ബന്ധുക്കൾ നമുക്ക് മറ്റാരുമില്ല. നിന്റെ ഈ തീരുമാനം അമ്മ അംഗീകരിക്കുന്നു മോളെ. പക്ഷെ സാരി ആഭരണങ്ങളും ഒക്കെ വാങ്ങാനേ മോളും അമ്മും കൂടെ വരണം. നമ്മുടെ സൗകര്യം അനുസരിച്ച് മംഗലശ്ശേരിയിലുള്ളവരെ അതാത് സ്ഥലത്തെത്തിക്കോളൂ. വേണ്ടമ്മേ, ഞാൻ ഇനി എങ്ങോട്ടുമില്ല. സാരി ആഭരണങ്ങളും ഒക്കെ അച്ഛനും അമ്മയും പോയി എടുത്താൽ മതി. അത് പറഞ്ഞ എങ്ങനെ ശരിയാവും മോളെ? നിന്റെ ഇഷ്ടത്തിന് നോക്കിയില്ലേ ഇതെല്ലാം എടുക്കുക? സഞ്ജുവിന് ഇഷ്ടപ്പെട്ടത് എനിക്കും ഇഷ്ടപ്പെടും അമ്മേ. എന്തായാലും സഞ്ജു വരുന്നുണ്ടല്ലോ. കൂടാതെ മംഗലശ്ശേരിയിൽ നിന്നും ചെറിയമ്മമാരും ഉണ്ടാവുമല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യും, അമ്മു ഞങ്ങളോടൊപ്പം വരട്ടെ. ഇല്ലമ്മേ, ചേച്ചിക്ക് കൂട്ടായിട്ട് ഞാനിവിടെ ഉണ്ടാവണം. അച്ഛനമ്മയും പോയിട്ട് വന്നാ മതി. ആ, ചേച്ചിയുടെ പുന്നര ചേട്ടൻ വന്നിട്ടുണ്ടല്ലോ. ഡോക്ടർ അറിഞ്ഞോ? എന്റെ ചേച്ചിയുടെ വിവാഹത്തിന്റെ മുഹൂർത്തം കുറിച്ചു. ആധികാരികമായി പിന്നീട് വിവാഹത്തിന് ക്ഷണിച്ചോളും. അതിനെന്താ, ഇനി ഒരു പക്ഷെ ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ വരും. സ്വന്തം കഴുത്തിൽ താലി കെട്ടിയ ആളെ കൊണ്ടാണ് ലച്ചു ചേച്ചിയുടെ കഴുത്തിൽ താലി കെട്ടിക്കാൻ പോകുന്നത്. ഇവൾക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നു? എന്തൊരു സന്തോഷം മുഖത്ത്. എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഡോക്ടർ എന്താ ആലോചിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. ഇനിയും അവര് എന്തെങ്കിലും തടസ്സമായിട്ട് വരുമോ? അങ്ങനെ ഒരു ആശങ്ക എനിക്കും ഇല്ലാതില്ല. രക്ഷ ഇനി നമ്മൾ കൂടുതൽ ഭയപ്പെടണം. അവസരം കാത്തിരിക്കവള്. അവസരം കിട്ടിയാൽ അവൾ ആക്രമിക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ അമ്മ വിഷമിക്കണ്ട. ഈ ലക്ഷ്മി ജീവിച്ചിരിക്കുമ്പോ ദക്ഷയ്ക്ക് ഇനിയൊരു തടസ്സമായിട്ട് വരാൻ പറ്റില്ല. ഇനിയൊരു പക്ഷേ ദക്ഷ കതിർമണ്ഡപത്തിലേക്ക് കയറി വന്ന അത് ഈ ലക്ഷ്മിയുടെ ശവത്തി ചവിട്ടിയായിരിക്കും. എന്നാ നമുക്ക് അങ്ങോട്ട് പോകാം കാഞ്ചനെ. ബാക്കി കാര്യങ്ങളെല്ലാം നോക്കാനുണ്ടല്ലോ. ശരി മോളെ, ഞങ്ങൾ പോയിട്ട് വരാം. ശരി മോളെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.